ദിവസങ്ങളോളമായി കനത്ത മഴ തുടരുകയാണ് കേരളത്തിൽ. മൺസൂൺ ഇത്തവണ നേരത്തെ എത്തി എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. നമ്മുടെ നാട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന മഴയെക്കുറിച്ച്, നേരത്തെ എത്തിയ മൺസൂണിനെ കുറിച്ച്, ഈ മഴ വരും ദിവസങ്ങളിൽ എത്ര നാൾ തുടരും എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഇന്ന് ഇൻസൈറ്റിൽ. നമ്മോടൊപ്പം കൊച്ചി കുസാറ്റ് കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ എസ് അഭിലാഷ് സാറാണ്. സർ, സ്വാഗതം ഇൻസൈറ്റിലേക്ക്. സർ, കേരളത്തിൽ മൺസൂൺ നേരത്തെ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തോരാമഴ എത്ര നാൾ തുടരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? ഇത് മൺസൂണിന്റെ ആദ്യത്തെ ഒരു ആക്റ്റീവ് സജീവമായിട്ടുള്ള ഓൺസെറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ആക്റ്റീവ് സ്പെല്ലാണ്. അപ്പം ഇതൊരു എക്സ്റ്റെൻഡഡ് ആക്റ്റീവ് എന്നൊക്കെ വേണേൽ പറയാം. അത് 2 ന്യൂനമർദ്ദങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ വർഷം മൺസൂൺ എത്തിച്ചേർന്നത്. ഒരു ന്യൂനമർദ്ദം അറബിക്കടലിലുണ്ടായിരുന്നു, മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലിലുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടുകൂടെ ആണ് ഇപ്പോഴത്തെ ഒരു നീണ്ടു നിന്ന മൺസൂൺ സജീവ കാലഘട്ടം നമുക്ക് സമ്മാനിച്ചത്. പൊതുവെ ഒരു സജീവ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ ഒരു 4-5 ദിവസം അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിതീവ്രമായിട്ടുള്ള മഴ ലഭിക്കുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷെ ഈ ഇരട്ട ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനത്തിലാണ് ഇത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു പോയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അറബിക്കടലിലെ ന്യൂനമർദ്ദം വീക്കൻ ചെയ്യുമ്പോൾ ഒരു 26-27 ഒക്കെ ആകുമ്പോൾ മഴ കുറയേണ്ടതാണ്. പിന്നീട് 26-ന് ശേഷമുള്ള മഴയെ നിയന്ത്രിച്ചത് മൊത്തവും ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം. അപ്പൊ അങ്ങനെ ഈ 2 ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് കിടന്ന മൺസൂൺ ആയിരുന്നു ഈ കഴിഞ്ഞ 2 ആഴ്ച, ഏകദേശം 10 ദിവസത്തോളം കേരളത്തിൽ നമുക്ക് ദൃശ്യമായത്. അപ്പം ബംഗാൾ ഉൾക്കടലിന്റെ ആ ന്യൂനമർദ്ദത്തിന്റെയും ശക്തി ക്രമേണ കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പം പൊതുവെ അതിനനുസരിച്ച് മൺസൂൺ കാറ്റിന്റെ ശക്തിയും കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുന്നേ 2-3 ദിവസങ്ങളായിട്ട് നിലനിന്നിരുന്ന മൺസൂൺ കാറ്റിന്റെ ശക്തിയും ചെറിയ തോതിൽ അയവ് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ 2 ദിവസത്തിന് മുമ്പ് വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മൺസൂൺ കാറ്റിന്റെ ശക്തി ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടാണ്. കാറ്റിന്റെ ശക്തി ക്രമേണ കുറയുന്നതിനനുസരിച്ച് മഴയുടെ ശക്തിയും കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഒരുപക്ഷെ ഇന്ന് രാത്രിയിലും കൂടി പല പ്രദേശങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാം. നാളത്തോടുകൂടി ആ മഴയുടെ തീവ്രതയിൽ വലിയ കുറവുണ്ടാകും. ഈ ഒരു സ്പെല്ല് ഒരു പക്ഷേ ജൂൺ 1-2 ഒക്കെ ആകുമ്പോഴേക്കും കേരളത്തിന്റെ ആ ഒരു മഴ ഭീഷണി മാറി നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ വർഷവും ഇതുപോലെ മൺസൂൺ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇരട്ട ന്യൂനമർദ്ദങ്ങൾ അനുഭവപ്പെടാറില്ലേ? എങ്ങനെയാണ് അതിന്റെ ഒരു പതിവ്? എങ്ങനെയാണ് കേരളത്തിന്റെ തീരത്ത്? ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനത്തിലാണ് പ്രത്യേകിച്ചും മൺസൂണിന്റെ ആഗമനമൊക്കെ സംഭവിക്കുന്നത്, ഓൺസെറ്റ് സംഭവിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് മൺസൂൺ തുടങ്ങുന്ന സമയത്ത് അറബിക്കടലിൽ ന്യൂനമർദ്ദങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം ബിബർജോയ, 21-ൽ ടോക്ടെ, അതിനു മുമ്പ് വായു, നിസർഗ എന്നൊക്കെ പറഞ്ഞ ന്യൂനമർദ്ദങ്ങൾ അത് സൈക്ലോണുകൾ വരെ ആകുന്ന ഒരു പ്രവണതയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അറബിക്കടൽ ആ രീതിയിൽ പണ്ട് കാലത്ത് ഒരു ചക്രവാത ചുഴി ഉണ്ടാകുന്ന സ്ഥലത്ത് ഇപ്പൊ ന്യൂനമർദ്ദങ്ങളും അതിതീവ്ര ന്യൂനമർദ്ദങ്ങളും ഒക്കെ ആയിട്ട് മൺസൂണിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന പ്രവണത കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ശക്തി പ്രാപിച്ച് വടക്കോട്ട് നീങ്ങുന്നതിനനുസരിച്ച് മൺസൂൺ കാറ്റിനെയും ഇത് പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. അതായത് മൺസൂൺ കാറ്റ്, മൺസൂണിന്റെ മഴമേഘങ്ങൾ ഇതെല്ലാം ഈ ഈ ന്യൂനമർദ്ദത്തിലേക്കോ സൈക്ലോണിലേക്കോ ആകർഷിക്കപ്പെടും. അപ്പം അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് പ്രത്യേകിച്ചും ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത കണ്ടത് ഫാസ്റ്റായിട്ടുള്ള പ്രൊപ്പഗേഷൻ. അത് ഓൾറെഡി തന്നെ ഇത്തരം ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ പഠനങ്ങളിൽ 2020-ലും ഒക്കെയുള്ള പഠനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിൽ മൺസൂൺ പശ്ചിമ തീരത്തോടുകൂടി കുറച്ചുകൂടെ വേഗത്തിൽ സഞ്ചരിക്കും. പക്ഷെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിച്ച ഒരു വർഷമായിരുന്നത്. കാരണം പൊതുവെ കന്യാകുമാരിയിൽ മൺസൂൺ എത്തിക്കഴിഞ്ഞ് ഒരു 5-6 ദിവസം കഴിഞ്ഞാണ് ഗോവയിൽ മൺസൂൺ
പാറ്റേൺ. അതാണ് ഒരു ജനറൽ പാറ്റേൺ. അത് കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോഴാണ് ബോംബെ, ഗുജറാത്ത് ഭാഗത്തേക്ക് മൺസൂൺ എത്തുന്നത്. അപ്പം ഈ വർഷം കന്യാകുമാരിയിലെത്തി 23-നെത്തി, ഒറ്റ ദിവസം കൊണ്ട് 24, അതായത് 24-ാം തീയതി കേരളവും കടന്ന് കർണാടകയും കടന്ന് ഗോവയിൽ മൺസൂൺ എത്തുന്ന ആ ഒരു രീതിയിലേക്ക് ഫാസ്റ്റായിട്ട് മൺസൂൺ പ്രൊപ്പഗേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ബോംബെയിലും മൺസൂൺ നേരത്തെയാണ് എത്തിയത്. വളരെ കാലത്തിനു ശേഷം ഏറ്റവും ആദ്യം മൺസൂൺ ബോംബെയിൽ എത്തുന്ന ഒരു വർഷം കൂടിയായിരുന്നു. അതിന്റെ പാർട്ടായിട്ടാണ് ബോംബെയിലൊക്കെ നല്ല മഴയായിരുന്നു. നമ്മൾക്ക് ഇവിടെ മഴ കിട്ടിയ സമയത്ത് ബോംബെയിലൊക്കെ മഴയുണ്ടായിരുന്നു. അപ്പം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗേഷനാണ് ഈ വർഷം കണ്ട മറ്റൊരു പ്രത്യേകത. അപ്പൊ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ സൈക്ലോണുകൾ ഉണ്ടാകുമ്പം ആ മൺസൂൺ കാറ്റിനെയും മൺസൂൺ മേഘങ്ങളെയും ഇത് വലിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ആ സൈക്ലോൺ വീക്ക് ആകുന്നതിനനുസരിച്ച് നമ്മുടെ പ്രദേശത്ത്, സൈക്ലോൺ അകന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ പ്രദേശത്ത് പൊതുവെ മഴ കുറഞ്ഞു വരും. അതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡ്. വീണ്ടും അതൊരു മൺസൂൺ കണ്ടീഷനിലേക്ക് എത്താൻ 10-15 ദിവസം എടുക്കും. ഈ വർഷം കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ന്യൂനമർദ്ദം വലുതായിട്ട് ശക്തി പ്രാപിച്ചില്ല. ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായിട്ട് പിന്നീട് ലാൻഡിലേക്ക് കയറി വീക്കൻ ചെയ്തു. അതിനോടനുബന്ധിച്ച് ബംഗാൾ ഉൾക്കടലിൽ ഒരു പക്ഷേ ഇത് സൈക്ലോൺ ആയിരുന്നുവെങ്കിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഒരുപക്ഷെ ഉണ്ടാവില്ലായിരുന്നു. അപ്പം അത് ശക്തി കുറഞ്ഞ അവസരത്തിൽ തന്നെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം ഉണ്ടാകുകയും ആ ഒരു സ്പെല്ല് അത് കാരണം കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്തത്. ഇപ്പൊ ഇതൊരു ലോങ് സ്പെല്ലാണ്. ഒരു മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടന്ന സമയത്തെ ഒരു എക്സ്റ്റെൻഡഡ് ആക്റ്റീവ് സ്പെൽ എന്നൊക്കെ പറയാം. 24 തൊട്ട് 30-31 ആകുന്നു. അപ്പോൾ ഏകദേശം ഒരു 8-10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു മൺസൂൺ സ്പെല്ലാണ് ഈ വർഷം നമുക്ക് കിട്ടിയത്. ഇനിയൊരു സാർ പറഞ്ഞനുസരിച്ച് 1-2 ദിവസങ്ങൾ കൂടി കഴിയുന്നതോട് ഈ ഒരു സ്പെല്ല് അവസാനിപ്പിക്കുന്നതാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സ്പെല്ല് നമ്മൾ എപ്പോഴാണ് ഈ പ്രതീക്ഷിക്കേണ്ടത്? സാധാരണ മൺസൂണിൽ 3-4 സ്പെല്ലൊക്കെ നമ്മൾ സാധാരണ നമുക്ക് ലഭിക്കുന്നതല്ലേ? അതെ, ഒരു 15-20 അല്ലെങ്കിൽ 25, അത് ഡിപ്പെൻസ്. ഈ മൺസൂൺ സ്പെല്ലുകളുടെ തമ്മിലുള്ള ഇടവേളകൾ, 2 സ്പെല്ലുകൾ തമ്മിലുള്ള ഇടവേളകൾ, ആ ഇടവേളയ്ക്കാണ് നമ്മൾ ബ്രേക്ക്, നിർജീവ കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. മൺസൂൺ ബ്രേക്ക് എന്നൊക്കെ പറയും. അപ്പം ഈ ഇടവേളകൾ നിശ്ചയിക്കപ്പെടുന്നതും ഇനിയും ബംഗാൾ ഉൾക്കടലിലും അല്ലെ അറബിക്കടലിലും വെസ്റ്റേൺ പസഫിക്കിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ന്യൂനമർദ്ദങ്ങളുടെയും സൈക്ലോണുകളുടെയൊക്കെ ആ ഒരു ആവൃത്തി അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിരിക്കും. അവിടെയൊക്കെ എത്രത്തോളം ആക്റ്റീവ് ആകുന്നു അതിനനുസരിച്ച് നമ്മുടെ തീരവും പശ്ചിമ തീരത്ത് മൺസൂണും വീണ്ടും ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ലാനിന സിറ്റുവേഷൻ ഒക്കെ ഈ വർഷം ലാനിന ആയിട്ടില്ലെങ്കിൽ പോലും ലാനിനയ്ക്ക് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷ സ്ഥിതിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇപ്പോൾ എല്ലിനോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻസോ എന്ന് പറയുന്നത് ശാന്തസമുദ്രത്തിൽ അതൊരു നിർജീവ അല്ലെങ്കിൽ നിഷ്പക്ഷ സ്റ്റേജ്, ഒരു ന്യൂട്രൽ ഫേസിലേക്ക് മാറിയിരിക്കുകയാണ്. അതൊരു നെഗറ്റീവ് സൈഡാണ്. ഒരു ചെറിയ വീക്ക് ലാനിനയുടെ സൈഡിലേക്ക് മാറിയിരിക്കുകയാണ്. ലാനിന ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പൊതുവെ നല്ല മഴയാണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ലാനിന ആയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ലാനിന ഈക്വലന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷ സമുദ്ര ഘടകങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ അടുത്ത ഒരു 4 മാസക്കാലം മൺസൂൺ ഉണ്ട്. അതിൽ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു 3 സ്പെല്ല് എങ്കിലും മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നെക്സ്റ്റ് സ്പെല്ല് ഒരു പക്ഷേ ജൂൺ പകുതി കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ അത് ഡിലേ ആകാം. അതർവൈസ് ഒരു ജൂൺ പകുതി കഴിഞ്ഞ് ജൂലൈക്ക് മുമ്പായിട്ട് ഒരു സ്പെല്ലൂടെ നമുക്ക് മൺസൂണിന്റെ ആ നോർമൽ പാറ്റേൺ കണക്കിലെടുത്താൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം ഈ മൺസൂൺ തുടങ്ങുമ്പോഴുള്ള ഒന്നാമത്തെ ആക്റ്റീവ് സ്പെല്ലിൽ തന്നെ ഇത്രയും നീണ്ട ഒരു സ്പെല്ല് നമുക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അത്രയും മഴ നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഭാവിയിൽ എന്തെല്ലാം ആശങ്കകളാണ് നമുക്ക്, കാരണം ഇത്രയധികം മഴ ആദ്യത്തെ സ്പെല്ലിൽ തന്നെ നമുക്ക് കിട്ടിയതാണല്ലോ. നമ്മുടെ ജലാശയങ്ങളൊക്കെ ഏകദേശം നിറയുന്ന രൂപത്തിലേക്ക് വരികയാണ്. ഇത്തരം തുടക്കത്തിൽ തന്നെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴ അത് മൺസൂണിന്റെ ബാക്കി കാലത്തെ
കൂടുതൽ ആഹ്, ആഹ്, ഒരു വെല്ലുവിളി നിറഞ്ഞതാക്കുന്ന ഒരു ഫാക്ടറാണ്. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ജലാശയങ്ങളും ആഹ്, അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ മലയോര മേഖലയിലെ മണ്ണും ഒക്കെ ജലപൂരിതമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ആദ്യം കിട്ടുന്ന ഈ ഒരു വലിയ സ്പെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പോ ഇപ്പം നമുക്ക് ഉണ്ടായ ഈ ഒരു സ്പെല്ല് കാരണം നമുക്ക് ഇപ്പം നമ്മൾക്ക് അനുഭവപ്പെട്ട പ്രശ്നങ്ങളെക്കാളും രൂക്ഷമായ പ്രശ്നങ്ങളായിരിക്കും ഒരുപക്ഷെ ഇത്രയും തീവ്രമായിട്ടുള്ള മഴ അടുത്ത സ്പെല്ല് കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പം നമ്മൾ കണ്ട പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഫസ്റ്റ് സ്പെല്ല് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സ്പെല്ല് നല്ല ശക്തമായിട്ട് വരുന്ന അവസരങ്ങളിൽ ആണ് പിന്നീടുള്ള സ്പെല്ലിൽ, അതും ആ സ്പെല്ലിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് അത് കൂടുതൽ തീവ്രമാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കണ്ട ഇതേ മഴ തന്നെ അടുത്ത സ്പെല്ലിൽ കിട്ടുകയാണെങ്കിൽ കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൈവിട്ടു പോകും. അതേസമയം ഇപ്പോൾ നമുക്ക് കിട്ടിയ മഴയുടെ കൂടെ ഇത്രയും തീവ്രമല്ലാത്ത മഴയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിൽ ആയിരിക്കും സിറ്റുവേഷൻ. അപ്പം ഈ തുടക്കത്തിലെ മഴ വളരെ വലിയൊരു ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഒരു പ്രളയ മുന്നറിയിപ്പ് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. 2018 പിന്നെ നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായത്. അന്ന് 2018 വർഷത്തിലെ നമ്മുടെ മൺസൂണിന്റെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു? അതിൽ നിന്ന് ഈ വർഷം നമ്മൾ എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്? അങ്ങനെ നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. ഓരോ മൺസൂൺ കാലഘട്ടവും ഓരോ വ്യത്യസ്ത രീതിയിലാണ് വരുന്നത്. പക്ഷേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നോർമലായിട്ട് നമുക്ക് അടുത്ത ഒരു 4 മാസത്തെ സമൃദ്ധമായിട്ടുള്ളൊരു മൺസൂൺ കാലഘട്ടം നമുക്ക് മുന്നിലുണ്ട്. അപ്പം അതിനെ 2018 കമ്പയർ ചെയ്യേണ്ട. ഓരോ മൺസൂൺ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2019 ജൂലൈ വരെ 35% മഴക്കുറവുള്ള സ്ഥലത്താണ് വടക്കൻ കേരളത്തിൽ വലിയ മഴക്കെടുതി പ്രശ്നങ്ങളും ഉണ്ടായത്. കവലപ്പാറ, പുത്തുമല പ്രശ്നങ്ങള് 2019 തുടക്കത്തിൽ മൺസൂൺ വളരെ മഴക്കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് കിട്ടിയ മഴ കൊണ്ട് ഉണ്ടായതാണ്. അപ്പം അതൊന്നും ഒരു ഫാക്ടർ അല്ല. അപ്പം അടുത്ത സ്പെല്ലിന്റെ ഇന്റൻസിറ്റി, ഓരോ സ്പെല്ല് ഇപ്പം പറഞ്ഞില്ലേ, ഓരോ സ്പെല്ല് ഇന്റൻസ് ആയി മാറുകയാണ്. അതായത് 2 മാസത്തെ മഴക്കുറവൊക്കെ ഒരു 2 ദിവസത്തെ 3 ദിവസത്തെ മഴ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു മഴ ഇനിയും ലഭിച്ചാൽ അത് നമുക്ക് നേരത്തെ രണ്ടാഴ്ച മുമ്പേ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത്തരത്തിൽ അതിതീവ്രമായിട്ടുള്ള 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന മഴയുടെ ടൈപ്പ് 2019 ഒക്കെ നമുക്ക് കിട്ടിയ പോലെ മഴ ലഭിച്ച പല പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. മറ്റെന്തൊക്കെ മുൻകരുതലുകളാണ് ഈ ഒരു ആദ്യത്തെ സ്പെല്ലിങ്ങിന് കിട്ടിയ ഒരു അവസ്ഥയിൽ എന്തൊക്കെ മുൻകരുതലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ പ്രവചനങ്ങളുടെ പിന്നിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മുൻകരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രദേശത്തിനും ഇപ്പം പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉള്ള പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം ഓരോ പ്രദേശത്തിന്റെയും വ്യത്യസ്തമായ ആ ഒരു ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഓരോ ടൈപ്പ് മഴയും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാകുന്നത് കൊണ്ട് ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ അത്തരം പശ്ചിമഘട്ടത്തിന്റെ പല മേഖലകളും എത്രത്തോളം വർണറബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ദുർബലമാണെന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം പ്രദേശങ്ങള് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത്തരം ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉള്ള ആൾക്കാര് ഇത്തരം അതിതീവ്രമായിട്ടുള്ള മഴ വരുന്ന അവസരങ്ങളിൽ നമ്മുടെ അധികാരികളും റവന്യൂ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ പറയുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും പാലിക്കുക എന്നുള്ളതാണ്. കാരണം എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാമെന്ന് ഓരോ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും വ്യക്തമായ ധാരണയുണ്ട്. അപ്പം ഇത്തരം അതിതീവ്ര മഴ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ വലിയ മഴ ലഭിച്ച അവസരത്തിൽ വീണ്ടും ഒരു സ്പെല്ല് വരുന്ന സമയത്ത് ഇത്തരം ദുർബലമായ പ്രദേശത്തുള്ളവര് ഒന്നുകിൽ അതിന്റെ സാഹചര്യം അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന്റെയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെയോ ഒക്കെ സാഹചര്യത്തിൽ
മാറി താമസിക്കുക അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതൽ എടുക്കുക. പിന്നോട് നമുക്ക് ചെയ്യാവുന്നത് ഇപ്പോഴത്തെ മൺസൂൺ സമയത്ത് കണ്ട ശക്തമായ കാറ്റാണ്. ആ ശക്തമായ കാറ്റ് അടിച്ച് ഏകദേശം കേരളം മുഴുവൻ മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും KSEBക്ക് റെക്കോർഡ് നഷ്ടവും ഉണ്ടാക്കിയ ഒരു മൺസൂൺ കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അവിടെ ചെയ്യാവുന്നത് ഈ മൺസൂണോടുകൂടി ഈ മൺസൂൺ മഴമേഘങ്ങളുടെ ഘടനയിലൊക്കെ മാറ്റം വരുന്നതുകൊണ്ട് കൂടുതൽ കൂമ്പാര മേഘങ്ങളുടെ പാറ്റേണിലുള്ള മേഘങ്ങൾ ഉണ്ടാകുന്നതുണ്ട്. ഈ മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം അപകടാവസ്ഥയിലുള്ള മരങ്ങളും മതിലുകളും തൂണുകളും അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ തന്നെ അതൊന്നിൽ വെട്ടിമാറ്റുക അല്ലെങ്കിൽ അത് അധികാരികളെ അറിയിക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട്. അതുപോലെ തന്നെ ഈ ഇടിമിന്നലേറ്റ് മരണപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ടല്ലോ. അത് ഇനിയുള്ള സ്പെല്ലുകളിൽ അതിന്റെ ഒരു തീവ്രത എത്രത്തോളമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അടുത്ത കുറച്ച് കാലഘട്ടമായിട്ട് മൺസൂൺ സമയത്തിൽ നമ്മൾ കണ്ടുവരുന്നത് മൺസൂൺ മഴമേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് പണ്ടുകാലത്ത് 5 മുതൽ 6 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള മഴമേഘങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നത് അതൊരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ വരെ ഉയരത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ഇത്തരം കട്ടി കൂടിയ കൂമ്പാര മേഘങ്ങളാണ് കൂടുതലും ഇടിമിന്നല്, ഫ്ലാഷ് ഫ്ലഡ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അത് നമ്മുടെ പഠനങ്ങളിലൊക്കെ കണ്ട മറ്റൊരു പ്രത്യേകതയാണ്. ഈ കവലപ്പാറ പുത്തുമല ദുരന്തത്തിന് ശേഷം ഈ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ഉണ്ടാകുന്ന മഴമേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റം സംഭവിച്ചു. കൂടുതലും ഹിമഗണങ്ങൾ അടങ്ങിയ കൂമ്പാര മേഘങ്ങൾ കൂടുതലും ഉണ്ടാകുന്ന തരത്തിലേക്ക് മൺസൂൺ കാലവും മാറി. അതുകൊണ്ടാണ് മൺസൂൺ കാലഘട്ടത്തിലും പലപ്പോഴും നമുക്ക് മഴയോടൊപ്പം ഇടിയും കൂടെ ദൃശ്യമാകുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ സ്കോൾ വിൻഡ്, ഈ മഴയോടൊപ്പം അതിശക്തമായ ഈ മേഘങ്ങളുടെ ഉള്ളിൽ നിന്ന് താഴോട്ട് വരുന്ന തണുത്ത കാറ്റൂടെ വരുമ്പോഴാണ് പ്രത്യേകിച്ചും വിൻഡ് സ്പീഡൊക്കെ ഒരു 70 കിലോമീറ്റർ വരെയൊക്കെ മാറി ഈ മരങ്ങൾക്കും ഇലക്ട്രിക് പോസ്റ്റുകൾക്കും ഒക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാകും. അപ്പം മൺസൂൺ കാലഘട്ടത്തിലെ ഈ മഴമേഘങ്ങളുടെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ മേഘവിസ്ഫോടനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മഴ കൂടുന്നതിനനുസരിച്ച് അതിതീവ്ര മഴ ഇങ്ങനെ തുടങ്ങിയ വിവിധ കാറ്റഗറികളുണ്ട്. ഈ മേഘവിസ്ഫോടനം സംഭവിക്കുന്നത് എപ്പോഴാണ്? അങ്ങനെയുള്ള എന്തെങ്കിലും അപകടങ്ങൾ നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? മേഘവിസ്ഫോടനത്തെ പറ്റി നമുക്കത് ഒരു മുൻകൂട്ടി പറയാനൊന്നും സാധ്യമല്ല. അതൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള, പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷെ ഈ കൂമ്പാര മേഘങ്ങളുടെ സാന്നിധ്യം കൂടി വരുന്നതും പിന്നെ തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനവും ഒക്കെ വരുമ്പോഴേക്കും മേഘവിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴയും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മേഘവിസ്ഫോടനമോ അല്ലെങ്കിൽ ലഘുമേഘവിസ്ഫോടനത്തിന്റെ ഒക്കെ ഗണത്തിൽപ്പെടുത്താവുന്ന മഴ 1 മണിക്കൂറിൽ 10 സെന്റിമീറ്റർ കിട്ടിയില്ലെങ്കിലും 2 മണിക്കൂറിൽ ചിലപ്പോൾ 10-15 സെന്റിമീറ്റർ മഴ കിട്ടുന്ന തരത്തിലുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള മേഘങ്ങൾ ഉണ്ടാകാൻ നമുക്ക് കൂടുതലും ഈ മുമ്പേ പറഞ്ഞ പോലെ അത് കൂമ്പാര മേഘങ്ങളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന മേഘങ്ങളായിരിക്കും. അത്തരം മേഘങ്ങളാണ് ഈ പറഞ്ഞ പോലെ ചുരുങ്ങിയ സമയത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ ഫ്ലാഷ് ഫ്ലഡും ചില അവസരങ്ങളിൽ മിന്നൽ ചുഴി ഉണ്ടാക്കുന്നതും ഗസ്റ്റ് വിൻഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഇത്തരം മേഘങ്ങളാണ്. അപ്പം അത് മുൻകൂട്ടി പ്രവചിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പൊക്കെ അതിന്റെ നൗകാസ്റ്റിംഗ് അടുത്ത 3 മണിക്കൂറിന് മുമ്പുള്ള ഇടവേളകൾക്കൊക്കെ നൽകുന്ന പ്രവചനങ്ങളിൽ അതിന്റെ സാധ്യതയൊക്കെ പ്രവചിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രവചനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. സമയാസമയങ്ങളിൽ റെഡ് അലർട്ട് അടക്കമുള്ളവ പ്രഖ്യാപിക്കാറുണ്ട്, നമ്മളൊക്കെ അറിയാറുണ്ട്. അതിന്റെ ഒരു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ കുസാറ്റിന്റെ നേതൃത്വത്തിലാണെങ്കിൽ ഒരുപാട് നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്?
പ്രധാനമായിട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പലതരത്തിലുള്ള സ്കെയിലിൽ, ടൈം സ്കെയിലിലുള്ള പല ലീഡില് എത്ര ഒരു ദിവസത്തേക്ക് കൊടുക്കുന്ന ഫോർകാസ്റ്റ് ഉണ്ട്, 2 ദിവസത്തേക്കുണ്ട്, അത് 5 ദിവസം വരെയാണ്. പ്രത്യേകിച്ചും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പാർട്ടായിട്ടുള്ള ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റ്, ഷോർട്ട് ടു മീഡിയം റേഞ്ച് ഫോർകാസ്റ്റ് ആയിട്ട് തിരുവനന്തപുരം കാലാവസ്ഥാ വകുപ്പൊക്കെ കേന്ദ്രമൊക്കെ ഓരോ സംസ്ഥാന കാലാവസ്ഥാ കേന്ദ്രങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് 5 ദിവസത്തെ ഫോർകാസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തന്നെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള അടുത്ത 1-2 ആഴ്ചത്തേക്കുള്ള പ്രവചനങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നീടുള്ളതാണ് സീസണൽ ആയിട്ടുള്ള ഒരു സീസൺ, മൺസൂൺ സീസൺ മുഴുവനായിട്ടുള്ള പ്രവചനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ആഗോളതലത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഗണിതശാസ്ത്ര മാതൃകകളാണ്. അതിനെയാണ് ഏറ്റവും കൂടുതൽ പ്രവചനത്തിനായിട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രവചനങ്ങളുടെ കൃത്യത വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം കഴിഞ്ഞ ആ ഒരു സ്പെല്ലിലെ പ്രവചനങ്ങളുടെ കൃത്യതയൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 80-85% ആക്യുറസിയോട് കൂടിയുള്ള പ്രവചനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ കേരളത്തിൽ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ എത്തിയ മൺസൂണിന്റെ ആദ്യത്തെ ആക്റ്റീവ് സ്പെൽ കുറച്ച് നീളുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദം കാരണം, ഈ വർഷം ഇരട്ട ന്യൂനമർദ്ദം കാരണമാണ് ഇത്രയും നീണ്ട ഒരു ആക്റ്റീവ് സ്പെൽ കേരളത്തിൽ കിട്ടിയത് എന്നാണ് അഭിലാഷ് സർ പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞതുകൊണ്ട് 1-2 ദിവസത്തിനകം ഈ മഴ ശക്തി കുറയും എന്നും സർ പറഞ്ഞു വെക്കുന്നു. ഏതായാലും ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ ലഭിക്കും. അത് പാലിക്കുക എന്നാണ് പൊതുജനങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഈ സരിയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.